ചില ബ്രാൻഡിന്റെ സർവീസ് ഹിസ്റ്ററി PDF കിട്ടൂല. അതിൽ മെയിനായിട്ട് വരുന്ന ഒന്ന് സ്കോഡ, രണ്ടാമത് ഫോർഡ്, ടൊയോട്ട. ഇതൊന്നും ഹിസ്റ്ററി നമുക്ക് PDF ആയിട്ട് കിട്ടില്ല. അത് നമ്മൾ പോയിട്ട് തന്നെ എടുക്കണം. അത്രയും ലക്ഷത്തിന്റെ മാറ്റം വന്നിട്ടുണ്ട്. വെറും 14,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 14,000 കിലോമീറ്റർ ഓടിയുള്ള ഒരു ഫ്രഷ് കൺസിഡർ ചെയ്യുന്ന ഒരു കസ്റ്റമർക്ക് പെർട്ടിക കൺസിഡർ ചെയ്യുകയാണ്, അല്ലെങ്കിൽ കാരൻസ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു 7 സീറ്റ് കൺസിഡർ ചെയ്യുന്നവർക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു 12 മുതൽ 14 വരെ കിട്ടും. നമ്മൾ കാല് കൊടുക്കുകയാണെങ്കിൽ 8 to 10 ആ റേഞ്ച് ഉണ്ടാവും. 1, 2, 3, 4, 5 പോളോ കാറ് ഇങ്ങനെ നിരത്തിയിടുന്നുണ്ടെങ്കിൽ ഈ ഷോപ്പിന്റെ പേര് മെട്രോ കാസ് എന്നാണ്. ഇതാ നമുക്ക് സ്വാഗതം ചെയ്യാം അനക് ബ്രോനെ. നമസ്കാരം. ഇന്നും പോളോ നിരത്തിയിട്ടുണ്ടല്ലോ ഫ്രണ്ടിൽ തന്നെ. ഉണ്ട്, വേറെ ഉണ്ട്. ഓക്കെ, അപ്പോൾ പോളോന് പേര് കേട്ട ഷോറൂമാണ് കോഴിക്കോട് മെട്രോ കാർ. ലൊക്കേഷൻ വരുന്നത് മാങ്കാവ്, തിരുവണ്ണൂരാണ്. കോഴിക്കോട് മാങ്കാവ് മീൻചന്ത ബൈപ്പാസിന്റെ സെൻട്രലായിട്ട് തിരുവണ്ണൂർ എന്ന സ്ഥലത്ത് വെസ്പ ഷോറൂമിന്റെ ഓപ്പോസിറ്റ് ആണ് മെട്രോ കാസിന്റെ ലൊക്കേഷൻ. കോൺടാക്ട് ഡീറ്റെയിൽ നമ്മൾ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ സ്റ്റോക്കിനെ പറ്റി എന്താ പറയാനുള്ളത്? ഇന്നത്തെ സ്റ്റോക്ക് നമുക്ക് പഴയ പ്രതാപകാലത്തിലേക്ക് തിരിച്ചു വരാനുള്ള ശ്രമമാണ്. പോളോന്റെ മെയിൻ സ്റ്റോക്ക് ആണ് ഇന്നുള്ള കൂടുതലും. ഓക്കെ, വേറെ ഉണ്ടോ? നമുക്ക് അല്ലാത്ത വണ്ടികളും ഡീസലും മാനുവലും ഓട്ടോമാറ്റിക് ആയിട്ടുള്ള എല്ലാ വണ്ടികളും സ്റ്റോക്ക് 2019 മുതൽ നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ് അല്ലേ? 5 വർഷം ഒരുമിച്ച് ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു പേര് ദോഷം ഇതുവരെ കേൾപ്പിച്ചിട്ടില്ല. ആ ഒരു വിശ്വാസം തന്നെയാണ്. നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട് പേര് ദോഷം കേൾപ്പിക്കാതൊക്കെ. ഓക്കെ, ആ ഒരു വിശ്വാസത്തിൽ തന്നെ പോകുന്നതാണ്. ഓക്കെ, അപ്പോൾ ബാക്കി ഡീറ്റെയിൽ വീഡിയോയിൽ കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ നമ്മൾ 6 ലക്ഷത്തിലേക്ക് അടുക്കാൻ പോവാണ്. ഫാമിലി അടുക്കാൻ പോകട്ടെ. അതെ, താങ്ക് യു. വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമുക്ക് ഈ ഒരു പോളോ തുടങ്ങാം. KL13 കണ്ണൂർ വണ്ടിയാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2020 ആണ് ഇതിനകത്ത്. ഇത് 2020 ട്രെൻഡ് ലൈൻ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. അതെ, സിംഗിൾ ഓണർഷിപ്പ് 2020 BS6 ഫേസ് ലിഫ്റ്റ് വന്ന വണ്ടിയാണ്. ഓക്കെ, 62,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത്. ഈ വണ്ടി നമുക്ക് 5.5 ലക്ഷം രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം. 2020 വണ്ടി ട്രെൻഡ് ലൈൻ 5 ലക്ഷം രൂപ ലോൺ വാങ്ങി കൊടുക്കുക. ഓക്കെ, 62,000 ലോഡ് ചെയ്ത് 62,000 കിലോമീറ്റർ. ഓക്കെ, പവർ വിൻഡോ 2 ഡോർ അല്ല? 2 ഡോർ പവർ വിൻഡോ ആണ് വരുന്നത്. ആൻഡ്രോയിഡ് സ്റ്റീരിയോ സീറ്റ് കവറും ചെയ്തിട്ടുണ്ട്. സെൻട്രൽ ലോക്കും കാര്യങ്ങളൊക്കെ കമ്പനി തന്നെ വരുന്നുണ്ട്. റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല. പെട്രോൾ വേരിയന്റ് ആണ്. 1 ലിറ്റർ എഞ്ചിനാണ് വരിക. MP ആണ് വരിക. MP ടർബോ അല്ല. അത്യാവശ്യം മൈലേജ് ഉണ്ടാവില്ലേ? അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ടാവും. ഒരു 15-16 ആയിട്ട് നമുക്ക് മൈലേജ് ഉണ്ടാവും. ഒരു ഹൈവേ ബേസ് ആണ് നമ്മൾ പറയുന്നത്. ടൗണിലേക്കൊക്കെ വരികയാണെങ്കിൽ 13-14 വരെ. ഇപ്പൊ ചോദിച്ചത് 5:15 നമുക്ക് ലാസ്റ്റ് കൊടുക്കാം. ലാസ്റ്റ് 5,50,000 രൂപ. 20 മോഡലാണ്. 5 ലക്ഷം വരെ ലോണും കിട്ടുന്നുണ്ട്. അപ്പൊ ഈ 20 മോഡലോ ന്യൂ ഷേപ്പ് പോളോ വെറും 5 ലക്ഷത്തിന് കൊണ്ടുപോകും അല്ലേ? ഓക്കെ, 50,000 കണ്ട് ഇറക്കാനും പറ്റും. വേറെ സർവീസ് ഒക്കെ പ്രോപ്പർ ആണോ? ഇതുവരെയുള്ള സർവീസ് പ്രോപ്പർ ആയിട്ട് പോയിട്ടുണ്ട്. ഗ്യാസ് ഇപ്പൊ എത്ര കഴിഞ്ഞാൽ? ഇപ്പൊ കഴിഞ്ഞേക്കുന്നത് 56-ലോ 57-ലോ ആണ്. 57 അല്ലേ? അടുത്ത പോളോ ഇതിന്റെ അട്രാക്ഷൻ തന്നെ ഈ കളറാണ് അല്ലേ? പേർപ്പിൾ ആണ്. KL14 കാസർഗോഡ് രജിസ്ട്രേഷൻ വാഹനം. സീറ്റും കാര്യങ്ങളൊക്കെ ഒരു വെറൈറ്റി ലുക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? അവര് മൊത്തത്തിൽ ഒരു സ്പോർട്ടി ലുക്ക് ആക്കിയിട്ടുണ്ട്. ചെറുതായിട്ട് സ്റ്റിക്കർ ആണോ അല്ലെ GT തന്നെയാണോ? ഒറിജിനൽ GT പറയടോ. എങ്ങനെ? 2016 മോഡൽ 17 രജിസ്ട്രേഷൻ വരുന്ന സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന GT ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക്. 62,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത്. സെക്കൻഡ് ഓണർഷിപ്പിൽ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഇല്ല. പക്ഷേ ഡിക്കിന് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. മേജർ ആക്സിഡന്റോ കാര്യങ്ങളൊന്നുമല്ല. ഡിക്കി ഗ്ലാസ് മാത്രമാണ് റീപ്ലേസ് ഉള്ളത്. കമ്പനി ഹിസ്റ്ററിയിൽ ഉണ്ടെന്നാണ്. ഓക്കെ, നമ്മളിപ്പോൾ പണ്ടത്തെ പോലെ കല്ലടിച്ച് മാങ്ങ കൊണ്ടെന്നൊക്കെ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ചെക്ക് ചെയ്യുക, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. മേജർ ആയിട്ട് എന്താണെന്നുള്ളത് കമ്പനി തന്നെ പറഞ്ഞുതരും. അതൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ഒരു തമാശ പോലെ സത്യാവസ്ഥ പറഞ്ഞാൽ പഴയ പോലെയല്ല. കമ്പനീസ് ഒക്കെ കുറച്ചും കൂടി സപ്പോർട്ടീവ് ആണ്. മേജർ ആണോ മൈനർ ആണോ എന്നുള്ള പറയും. പണ്ട് ചെറിയൊരു ബമ്പർ ക്ലെയിം ഉണ്ട്, അത് സാറേ വലുതാണെന്ന് പറയുന്നത്. ഇപ്പൊ ഒന്ന് ചുരുങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 16 മോഡൽ 17 രജിസ്ട്രേഷൻ 62,000 കിലോമീറ്റർ ഓടിയ. എത്ര ഓണർഷിപ്പ്? സെക്കൻഡ് ഓണർഷിപ്പ്. കളർ RC ലാൻഡേർഡും ആണ്. പോളോ GT. ഓക്കെ, അതിനോ കാര്യങ്ങളോ വരില്ല. എഞ്ചിൻ മോഡിഫിക്കേഷനോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. സ്റ്റോക്ക് ആണ് എഞ്ചിൻ സൈഡും കാര്യങ്ങളും. ഇന്റീരിയറിലാണെങ്കിലും ആ സീറ്റ് കവറിൽ കുറച്ച് ഡിഫറൻസ് വരുത്തിയിട്ടുണ്ട്. തൈ സപ്പോർട്ടും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്. അതാണ് ബേസിക്കലി ചെയ്തിട്ടുള്ളത്. DSG ഗിയർ ബോക്സ് വരുന്നൊരു വാഹനമാണ് അല്ലേ? പെർഫോമൻസിലൊന്നും പറയണ്ടല്ലോ. എത്ര? ഈ വണ്ടി നമ്മൾ ചോദിക്കുന്നത് 7,75,000 രൂപയാണ്. ചെറിയൊരു മാറ്റം കൂടി വരുത്തി 760 ലെവലിലൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. 760-ന് 2016 മോഡൽ 17 രജിസ്ട്രേഷൻ 62,000 കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർഷിപ്പ് പേർപ്പിൾ കളർ പോളോ GT കൊണ്ടുപോകാം. ലോൺ എത്ര കിട്ടും? ഒരു 6 ലക്ഷം രൂപ വരെ ഗ്യാരണ്ടി ലോൺ വാങ്ങി കൊടുക്കാം. 6.5 വരെ നമുക്ക് ശ്രമിക്കാം. അടുത്തത് ഒരു ക്ലാസിക് പോളോ
ഒരു കളറാണ് അതിന്റെ ക്ലാസിക് ആക്കുന്നത് അല്ലേ? KL 29 രജിസ്ട്രേഷൻ ആണ്. എങ്ങനെയത്? ഇത് 2019 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടി. ഓക്കെ. 58,000 കിലോമീറ്റർ ഓടിയ ഡീസൽ പോളോ ആണ്. 1.5 ഡീസൽ പോളോ ആണ്. കംഫർട്ട് ലൈൻ പ്ലസ് ആണ് വരുന്നത്. ഏകദേശം ലാസ്റ്റിലേക്ക് വന്നേ അല്ലേ? 19 പിന്നെ ലാസ്റ്റിലാണ് തീരുന്നത്. ആ ലാസ്റ്റ് വെച്ച 10 മാസമാണ് വണ്ടി ഇറങ്ങിയിരിക്കുന്നത്. ലാസ്റ്റ് ഡീസൽ വണ്ടി 1.5 ഇറങ്ങിയ പെർഫോമൻസ് നല്ല ഉള്ള ഡീസൽ വാഹനം. ആ കളറിലും മൈലേജും അതെ കളറും അത്യാവശ്യം നല്ല മൈലേജ് നല്ല എഞ്ചിനുമാണ്. 18-20 റേഞ്ച് മൈലേജ് കിട്ടും. അതെ, 4 സിലിണ്ടർ എഞ്ചിനുമാണ്. ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. കറക്റ്റ് ത്രൂ ഔട്ട് കമ്പനി സർവീസ് ആണ്. എത്ര ഓട്ടം പറഞ്ഞ? 58,000. ഓക്കെ. നോർമൽ ഓട്ടമാണ്. അതെ, ഡീസൽ വണ്ടിയെ സംബന്ധിച്ച് നോർമൽ ഓട്ടമാണ്. ക്ലെയിം ഒന്നുമില്ല. ഫുൾ ഹിസ്റ്ററി ഉണ്ട്. അതെ. ഓക്കെ. എത്ര കൊടുക്കുക? ഈ വണ്ടി നമുക്ക് 7.5 ലക്ഷം രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കാം. 6.25 വരെയൊക്കെ നമുക്ക് ലോൺ വാങ്ങി കൊടുക്കാം. 6.25 to 7 വരെ ലോൺ വാങ്ങി കൊടുക്കാം. 58,000 കിലോമീറ്റർ ഓടിയ 2019 ഡീസൽ 1.5 പോളോ അല്ലേ? ഓക്കെ. മാക്സിമം ലോൺ സൗകര്യം കിട്ടുന്നുണ്ട്. വേറെ ക്ലെയിമോ കാര്യം ഒന്നുമില്ല. ലാസ്റ്റ് കമ്പനി സർവീസ് അപ്പോൾ കഴിഞ്ഞാൽ അറിയോ? ഒന്ന് ചെക്ക് ചെയ്യണം അല്ലേ? ഓക്കെ. അടുത്ത പോളോ ആണ് KL 33 രജിസ്ട്രേഷൻ വരുന്ന വാഹനം. അതെ. എങ്ങനെയത്? 2018 മോഡല് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന 56,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പിൽ ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. കറക്റ്റ് സർവീസ് മെയിൻറ്റൈൻഡ് ആണ്. കംഫർട്ട് ലൈൻ ആണ് വേരിയന്റ് വരുന്നത്. 1 ലിറ്റർ പെട്രോൾ മിഡിൽ ഓപ്ഷൻ അല്ല? അതെ. ഓക്കെ. 1 ലിറ്റർ പെട്രോൾ തന്നെയാണ്. ബാക്കി സർവീസും കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് പോയിട്ടുണ്ട്. ഓണർഷിപ്പ് സിംഗിൾ ആണ്. ഏകദേശം നമുക്കൊരു 90% 5-5.25 വരെ ലോൺ കിട്ടുന്ന വണ്ടിയാണ്. 6.15 നമ്മൾ ചോദിക്കുന്നത്. ചെറിയൊരു മാറ്റം കൂടി എടുത്ത് നമുക്ക് വണ്ടി കൊടുക്കാം. അതിലൊരു വർഷത്തെ പുതിയ ഇൻഷുറൻസ് എടുത്ത് കൊടുക്കാം. പുതിയ ഇൻഷുറൻസ് ഫുൾ കവറാണ്. അതെ, എടുത്ത് കൊടുക്കാം അല്ല? ഓക്കെ. ഇപ്പം നിലവിൽ നമ്മൾ കാണിച്ച വാഹനങ്ങൾക്ക് എല്ലാത്തിലും ഇൻഷുറൻസ് ഇല്ലാത്തത് നിങ്ങൾ എടുത്ത് കൊടുക്കുമല്ലോ അല്ലേ? ഇല്ലാത്തത് 1 മാസം വരെ അതിൻ്റെ ഉള്ളിലുള്ളതാണെന്നാണെങ്കിൽ നമ്മൾ പുതിയ എടുത്ത് കൊടുക്കും. 1 മാസം 1.5 മാസത്തിനുള്ളിലൊക്കെ ഉള്ളത് നമ്മൾ പുതിയ എടുത്ത് കൊടുക്കാം. അടുത്ത ടിയാഗോ ആണ്. KL 38 രജിസ്ട്രേഷൻ വാഹനം. ഫുൾ ഓപ്ഷൻ ആയത് ഇത് XZ ആണ്. XZ പ്ലസ് അല്ല. ഓക്കെ. പറഞ്ഞോളൂ. ഫുൾ ഓപ്ഷൻ്റെ അനിയനായിട്ട് വരും. അതെ. 2021 മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഓക്കെ. XZ വേരിയന്റ് ആണ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പിൽ 28,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത്. 21 മോഡൽ 28,000 ഓടിയിട്ടുണ്ട്. എന്താ പ്ലസിലേക്ക് വരുമ്പോൾ അലോയ്സിന്റെ മാറ്റം? പ്ലസിലേക്ക് വരുമ്പോൾ അലോയ്സിലും പിന്നെ റിവേഴ്സ് ക്യാമറ പിന്നെ സ്റ്റീരിയോയില് സെയിം തന്നെയാണ് സ്റ്റീരിയോ വരുന്നത്. മെയിനായിട്ടുള്ള റിവേഴ്സ് ക്യാമറയും അലോയ്സിലും ഡിഫറൻസ് വരും. ബാക്ക് വൈപ്പറും കാര്യങ്ങളും ഡിഫോഗറും എല്ലാം ഇതിൽ വരുന്നുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾ സെയിം ആണ്. സേഫ്റ്റി ഉണ്ട്. 5 സ്റ്റാർ സേഫ്റ്റി വരുന്ന വാഹനമാണ് ഈ ഒരു ഷേപ്പിലേക്ക് വരുമ്പോൾ. അതെ. ഓക്കെ. പറവോളൂ, എത്ര കൊടുക്കാത്? ഈ വണ്ടി നമുക്ക് 6,15,000 രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കാം. 5.5 ലക്ഷം രൂപ വരെ ഗ്യാരണ്ടി ലോൺ വാങ്ങി കൊടുക്കാം. ഓക്കെ. അപ്പോൾ ഒരു 65,000 രൂപ നിങ്ങൾക്ക് ഇറക്കാൻ സാധിക്കും. 2021 മോഡൽ XZ ഓട്ടോമാറ്റിക് ടിയാഗോ. അതെ അല്ലേ? ഓക്കെ. വേറെ വർക്കൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. നമ്മൾ ഇപ്പോൾ കൊണ്ടുവന്നേ ഉള്ളൂ. ഇന്നലെ രാത്രി എത്തിയുള്ളൂ. പോളിഷ് ചെയ്ത് ക്ലീൻ ചെയ്താൽ കൊടുക്കാം. ഹോണ്ട ജാസ് ഒരു പ്രീമിയം ഹാഷ് ബാക്ക് വാഹനമാണ്. ഹോണ്ടയുടെ സ്റ്റീൽ എംബ്ലാണ് വരിക. ഇതെന്താ ചെയ്ത് വെച്ചേ? ഒരു സ്റ്റിക്കർ ചെയ്ത് നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പറിച്ചെടുത്തേക്ക് പോരും. ഓക്കെ. പറഞ്ഞോളൂ, എങ്ങനെയാ ഇത്? 2015 മോഡലാണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടി. ഓക്കെ. ജാസിൽ ഡീസലാണ്. നല്ല മൈലേജ് തന്നെയാണ്. അറച്ച് മൈലേജ് ഉള്ള 20 അബവ് മൈലേജ് പ്രതീക്ഷിക്കാം. 25 വരെ കിട്ടുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഞാനത് ക്ലെയിം ചെയ്യില്ല. 20 to 22 എന്തായാലും ഗ്യാരണ്ടി കിട്ടും. ഓക്കെ. SV വേരിയന്റ് ആണ്. ഓക്കെ. 2015 സെക്കൻഡ് ഓണർഷിപ്പിൽ 65,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. ഒരു ഡോർ റീപ്ലേസ് ഉണ്ട്. ബാക്ക് ലെഫ്റ്റ് ഡോർ കമ്പനി ഹിസ്റ്ററിയിൽ ഉണ്ടെന്നാണ്. എത്ര കിലോമീറ്റർ? എത്ര പറഞ്ഞത്? 65,000. ലോ കിലോമീറ്റർ ആണ്. 15 വണ്ടീനെ അപേക്ഷിച്ച് വളരെ ലോ കിലോമീറ്റർ. അപേക്ഷിച്ച് ഡീസലുമാണ്, പെട്രോളും അല്ല. ഒറിജിനൽ കേരള വണ്ടിയാണ്. കുറെ റീവണ്ടി വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഒറിജിനൽ കേരള വണ്ടിയാണെന്ന് പറയുന്നത്. അതായത് മെയിൻ്റനൻസ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. നമ്മൾ നോർമൽ മെയിൻ്റനൻസ് ചെയ്തു പോയാൽ വളരെ യൂസ് ഉള്ള കസ്റ്റമേഴ്സിനൊക്കെ നല്ല കംഫർട്ടും തരും, നല്ല മൈലേജും തരുന്ന, സേഫ്റ്റിയും നന്നായിട്ട് കിട്ടുന്നൊരു വണ്ടിയാണ്. ഓക്കെ. അത്രയേ ഉള്ളൂ. നല്ലൊരു ജാസ്. അതെ. അലോയ്സും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. സീറ്റ് കവേഴ്സ് കമ്പനി തന്നെ അവർ ചെയ്തതാണ്. SV എന്ന് പറയുന്നത് ഇതിന്റെ മുകളിൽ പിന്നെ V ആണ്. ആ സമയത്ത് VX ഇല്ലല്ലോ. പിന്നെ 17 മുതൽ VX-ഉം വന്നു. അതെ. ഓക്കെ. ടോപ്പിന്റെ തൊട്ട് താഴെ വരുന്ന അലോയ്സ് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ കമ്പനി ഇൻബിൽഡ് തന്നെ വരുന്നുണ്ട്. ഓക്കെ. വേറെ ഇതുവരെയുള്ള എല്ലാ സർവീസും പ്രോപ്പർ അപ് ടു ഡേറ്റ് സർവീസാണ്. ഒറ്റ സർവീസ് പോലും തെറ്റിക്കാതെ ചെയ്തിട്ടുണ്ട്. ഈ ഡോർ മാത്രം ക്ലെയിം. ഓക്കെ. എത്ര കൊടുക്കാം? ഈ വണ്ടി നമുക്ക് ഫൈനൽ 5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 5.15 നമ്മൾ ചോദിക്കുന്നത്. 5 ലക്ഷം രൂപയ്ക്ക് ഫൈനൽ. ഒരു 4 വരെ ലോൺ കിട്ടും. 4 to 4.5 ഉള്ളിൽ ലോൺ വാങ്ങി കൊടുക്കാം. ഒരു 50,000 അല്ലെങ്കിൽ 1 lakh കാണണം. ഡെയിലി യൂസ് ഡീസലുള്ള ഒരു കസ്റ്റമറിനെ നമ്മൾ ഡയറക്റ്റ് ധൈര്യമായിട്ട് കൊണ്ടുപോകാനും പറ്റും അല്ലേ? ഓക്കെ. ഒന്നുമില്ല. അടുത്ത വണ്ടിയിലേക്ക് സാൻഡ്രോ ആണ്. KL 62 രജിസ്ട്രേഷൻ സാൻഡ്രോ. അതെ. എങ്ങനെയാ?
ഇത് 2021 മോഡൽ ലാസ്റ്റ് ബാച്ചിൽ വരുന്ന സാൻഡ്രോ ആണ്. പെട്രോള് BS6 വണ്ടി, മാഗ്ന വേരിയന്റ്. ഇതില് മാഗ്ന സ്പോർട്സ് ആസ്റ്റ. മിഡിൽ ഓപ്ഷൻ തന്നെ വരുന്നത്. ഇറോട്ട് വരുന്നുണ്ട്. 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ വരുന്നുണ്ട്, കമ്പനി സ്റ്റിയറിംഗ് കൺട്രോൾ വരുന്നുണ്ട്. എയർ ബാഗ് ഉണ്ടോ? എയർ ബാഗും വരുന്നുണ്ട്. ആ ഒരു മോഡൽ കൂടി കൊണ്ട് തന്നെ എയർ ബാഗ് മാൻഡേറ്ററി ആയിരുന്നു. ഇത് 27,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. 4,90,000 രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. ചെറിയൊരു മാറ്റം കൂടി വരുത്തി നമുക്ക് ചെയ്യാം. അതിലൊരു 4.5 ലക്ഷം രൂപ വരെ ഗ്യാരണ്ടി ലോൺ വാങ്ങി കൊടുക്കാം. നമ്മൾ 2018 വണ്ടിക്ക് 4.4 ലോൺ വാങ്ങിയിട്ടുണ്ട്. 4.5 ഗ്യാരണ്ടി ലോൺ കിട്ടും. അപ്പോൾ ചെറിയൊരു എമൗണ്ടിൽ നിങ്ങൾക്ക് ഇറക്കാം. ഒരു 10-40,000 രൂപയൊക്കെ കണ്ടാൽ ഇറക്കാൻ പറ്റുന്നൊരു നല്ലൊരു വാഹനം അല്ല. അടുത്ത വണ്ടിയിലേക്ക് വീണ്ടും ഒരു ടിയാഗോ ആണ്. എങ്ങനെ ഇത് കാര്യങ്ങൾ? ഇത് 2021 മാനുവൽ XT ടിയാഗോ ആണ്. XT മിഡിൽ ഓപ്ഷൻ ആണ്. മിഡിൽ ഓപ്ഷൻ ടിയാഗോ ആണ്. മാനുവലില് 39,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. 20 അല്ല പറഞ്ഞ? 21. സോറി. ഓക്കെ. 30,000 അല്ല, 39,000 കിലോമീറ്റർ. 39,000 2021 മോഡൽ XT ആണ്. എത്ര ഓണർഷിപ്പ്? സിംഗിൾ ഓണർഷിപ്പ്. കോഴിക്കോട് ഫറോക്ക് രജിസ്ട്രേഷൻ ആണ്. ഓക്കെ. ഇതുവരെ റീപ്ലേസ്മെന്റോ ക്ലെയിമോ കാര്യങ്ങളോ ഇല്ല. ത്രൂ ഔട്ട് കമ്പനി സർവീസ് ഹിസ്റ്ററിയുള്ളതാണ്. ടയേഴ്സ് എല്ലാം തീർന്നിട്ടുണ്ട്. 4 ടയറും ഏകദേശം ആയിട്ടുണ്ട്. ഒരു 90% തീർന്നിട്ടുണ്ട്. നമ്മൾ പുത്തൻ 4 ടയർ ചെയ്ത് കൊടുക്കും. ഇപ്പം ടൈം വൈസ് സർവീസിന്റെ ടൈം ആയിട്ടുണ്ട്. 39,000. അതെ. അപ്പോൾ അതിന്റെ സർവീസും ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല. ടയേഴ്സും ഇൻഷുറൻസും സർവീസും എല്ലാം വാലിഡ് ആണ്. ഓക്കെ, എല്ലാം വാലിഡ് ആണ്. ഒന്നും നോക്കാനില്ല. ഒരു XT 2021 മോഡൽ വാഹനം, 39,000 കിലോമീറ്ററോടെ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി, സിംഗിൾ ഓണർഷിപ്പ്. സോറി, എത്ര കൊടുക്കാം? ഈ വണ്ടി നമുക്ക് 4,85,000 രൂപയ്ക്ക് ടയേഴ്സും സർവീസും കാര്യങ്ങളൊക്കെ ചെയ്ത് 4,85,000 ഫൈനൽ കൊടുക്കുക. 95 ചോദിക്കുന്നത്, 4,85,000 ഫൈനൽ കൊടുക്കുക. ഫൈനൽ റേറ്റ്. ലോൺ ഒരു 4 കിട്ടോ? 4.5 ഗ്യാരണ്ടി വാങ്ങി കൊടുക്കുക. ഒരു 10-30,000 കണ്ട ഇറക്കാം. ചെറിയൊരു ഫണ്ടെങ്കിലും ഇറങ്ങാം. നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ 4.5 വാങ്ങാം. അല്ലാന്നാണെങ്കിൽ 4-4.25 വരെ എന്തായാലും ലോൺ. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ പ്രോപ്പറാണ്. പ്രോപ്പർ സർവീസ് ഹിസ്റ്ററിയിലാണ്. നിങ്ങൾ ഹിസ്റ്ററി നമ്മളിപ്പോൾ എല്ലാ ഷോറൂമിൽ പോയാലും അവർ ഹിസ്റ്ററി ഉണ്ടെന്ന് പറയും. നമ്മുടെ കേസിൽ ചെറിയൊരു ഡിഫറൻസ് ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ മാത്രമല്ല, കുറച്ച് ഷോറൂംസ് വേറെയും ചെയ്യുന്നുണ്ട്. നമ്മൾ ചെയ്യാറുള്ള പതിവ് എന്ന് വെച്ചാൽ ഹിസ്റ്ററി PDF കിട്ടുന്ന ഒരുവിധം എല്ലാ സർവീസ് ബ്രാൻഡിൻ്റെ ഹിസ്റ്ററീസും നമ്മൾ PDF തന്നെ കസ്റ്റമേഴ്സ് പ്രൊവൈഡ് ചെയ്യും. ചിലവർക്ക് അത് ഡയറക്റ്റ് പോയി ചെക്ക് ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു വിശ്വാസമുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ അതിന് വണ്ടി വിട്ടു കൊടുക്കാറുണ്ട്. ചില ബ്രാൻഡിൻ്റെ സർവീസ് ഹിസ്റ്ററി PDF കിട്ടൂല. അതിൽ മെയിനായിട്ട് വരുന്ന ഒന്ന് സ്കോഡ, രണ്ടാമത് ഫോർഡ്, ടൊയോട്ട. ഇതൊന്നും ഹിസ്റ്ററി നമുക്ക് PDF ആയിട്ട് കിട്ടില്ല. അത് നമ്മൾ പോയിട്ട് തന്നെ എടുക്കണം. അപ്പോൾ അങ്ങനെയുള്ള കേസുകൾ നമ്മൾ വണ്ടി ഷോറൂമിൽ കൊണ്ടുപോയി, എല്ലാ ഷോറൂമും നമുക്ക് ഇവിടെ സർവീസ് സെൻറ്റർ തൊട്ടടുത്ത് തന്നെ. അപ്പോൾ എല്ലാം അവിടെ തന്നെ കൊണ്ടുപോയി ചെക്ക് ചെയ്യാനുള്ള. അപ്പോൾ ഇത് 4,85 കൊണ്ടുപോകാം. 2021 മോഡൽ 39,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് XT ടിയാഗോ അല്ലേ? 4,85. അടുത്ത വണ്ടിയിലേക്ക് വലിയൊരു എമൗണ്ടിലേക്ക് പോകാണ്ട് നിങ്ങൾക്കൊരു ലക്ഷറി 7 സീറ്റർ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയൊരു വാഹനമാണ് അടുത്തത്. കിയയുടെ രീതിയിലൊരു ഡിപ്രീസിയേഷനിലും കിട്ടും. അതെ, കിയയുടെ കാരൻസ് ആണ്. എങ്ങനെ കാര്യങ്ങളിത്? 2023 ആണ് ചെയ്തത് കേട്ടോ. 2023 മോഡൽ കിയ കാരൻസിൽ IMT വേരിയൻ്റ് ആണ്. പെട്രോൾ IMT ആണ്. ഓട്ടോമാറ്റിക് ആണ്, പക്ഷേ സെമി ഓട്ടോമാറ്റിക് എന്ന് പറയാൻ പറ്റും. ഏറ്റവും ടോപ്പിൻ്റെ വേരിയൻ്റ്. ക്ലച്ച് ഉണ്ടാവില്ല, ഗിയർ മാറ്റാൻ പറ്റും അല്ലേ? ഓക്കെ. ക്ലച്ച് ഉണ്ടാവും, ഓഫായി പോകുന്ന പ്രശ്നം അങ്ങനത്തെ ഒന്നുമില്ല. ഓക്കെ, ഗിയർ മാറ്റി ഓടിക്കാം. 23 എന്ന് പറയുമ്പോൾ ഇപ്പോൾ വാറണ്ടി 26 വരെ കമ്പനി വാറണ്ടി ഉണ്ട്. 14,000 കിലോമീറ്റർ വണ്ടി ആകെ ഓടിയിട്ടുള്ളൂ. 14,000 അല്ലേ? ടോപ്പ് കണ്ടീഷൻ, ടോപ്പ് എൻഡ് വണ്ടി. അതിൽ ചെറിയ കുറച്ച് മിനുക്ക് പണികൾ, ഈ ക്രോമിന്റെ ഫിറ്റിങ്സും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. K11 വണ്ടിയാണ്. 14,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. സീറ്റ് വെന്റിലേഷൻ വരുന്നുണ്ട്. 6 എയർ ബാഗ് പിന്നെ ഇവരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പിന്നെ ഒരുവിധപ്പെട്ട എല്ലാ ഫീച്ചേഴ്സും ടോപ്പ് എൻഡ് ആയതുകൊണ്ട് എല്ലാ സാധനങ്ങളും ഇൻക്ലൂഡറാണ്. ഓക്കെ. ഏകദേശം 22 സംതിങ് ഓൺ റോഡ് വില വരുന്നുണ്ട് ഇവരെടുക്കുമ്പോൾ തന്നെ. അതാണ് എല്ലാവരും പറയുന്നത്, ആ വണ്ടി അന്ന് നടക്കുമ്പോൾ അതല്ല വില. 22-ന്റെ മുകളിൽ ഇവരെടുക്കുമ്പോൾ തന്നെ റേറ്റ് ഉണ്ട്. ഇപ്പോഴും 22-ന്റെ മുകളിലേക്കാണ് റേറ്റ്. ഓഫർ, എല്ലാ ഓഫറും കഴിഞ്ഞാൽ 22 തന്നെ റേറ്റ് വരും. ഈ വണ്ടി നമ്മൾ ചോദിക്കുന്നത് 16.5 ലക്ഷം രൂപയാണ്. 16,50,000 രൂപയ്ക്ക് 2023 വണ്ടി, 26 വരെ കമ്പനി വാറണ്ടിയുള്ള ഏറ്റവും ടോപ്പ് എൻഡ് IMT പെട്രോൾ കാരൻസ് നിങ്ങൾക്ക് കൊണ്ടുപോകാം 16,50,000. അത്രയും ലക്ഷത്തിന്റെ മാറ്റം വന്നു. വെറും 14,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 14,000 കിലോമീറ്റർ ഓടിയുള്ള ഒരു ഫ്രഷ് കൺസിഡർ ചെയ്യുന്ന ഒരു കസ്റ്റമർക്ക് പെർട്ടിക കൺസിഡർ ചെയ്യാണ്, അല്ലെങ്കിൽ കാരൻസ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു 7 സീറ്റ് കൺസിഡർ ചെയ്യുന്നവർക്ക് നല്ല രീതിയിൽ ഒരു ഡിപ്രീസിയേഷനിൽ അത്രയും ഫീച്ചേഴ്സ്, എർട്ടികയിലും വരുന്നതൊക്കെ എത്രയോ ഫീച്ചേഴ്സ് വരുന്ന വാഹനമാണ്. ചില ബ്രാൻഡ് ക്ലച്ച് പിടിക്കാന്ന് പറയുന്നതാണ് അല്ലേ? കിയ വന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഹുണ്ടായിനേക്കാൾ
മേലെ കയറി തോന്നുന്നു കിയ അല്ലേ? മീൻസ് ക്രെറ്റാൻ്റെയും വെന്യൂൻ്റെയും മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ അതിന്റെ മുകളിലാണ് സെൽട്ടോസും സോണറ്റും നിൽക്കുന്നത്. അതെ, അതാ പറഞ്ഞത്. സെയിൽസിലും മുന്നിലാണ്. ഒരേ കമ്പനി തന്നെയാണ്, പക്ഷെ കേറ്റം കയറി. കിയ കാര്യങ്ങളെല്ലാം സെയിം ആണ്, കത്തിപ്പടന്ന് കയറി. അതെ, എല്ലാം സെയിം ആണ്, പക്ഷെ കിയ കയറി പോയി. എന്താ പറയുന്നത്? ഓക്കെ. അപ്പോൾ 16,50 കൊണ്ടുപോകാം. ലോൺ എത്ര കിട്ടൂലേ ഇതിന്? ഏകദേശം ടോപ്പിന്റെ അത്യാവശ്യം നല്ല ട്രാൻസാക്ഷൻ ആണ്. ഫുൾ ഓൺ ആണ്. ഫുൾ ഓൺ ആണ്. ഓക്കെ. ഇതെടുക്കണമെങ്കിൽ ട്രാക്ക് വേണം, കുറച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. മുകളിലേക്ക് എന്തായാലും വേണം. അത്ര എമൗണ്ട് കിട്ടുന്നതാണ്. വേറെ അഡീഷണൽ വാറണ്ടിയോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ ഇപ്പോൾ? 3 ഇയർ വാറണ്ടി, ബേസ് വാറണ്ടി തന്നെ ഉണ്ട്. അതിന് 26 വരെ കഴിഞ്ഞിട്ട് നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ചാൽ തന്നെ മതി. ഓക്കെ. ഇതിന് മൈലേജ് എത്ര കിട്ടുന്നുണ്ട് സോണറ്റിന്? നമുക്ക് ഏകദേശം ഒരു കാരൻസിന് ഏകദേശം നമുക്കൊരു 12 മുതൽ 14 വരെ ആണ് ബേസിക് ആയിട്ട് മൈലേജ് വരുന്നത് IMTക്ക്. അതിന്റെ മുകളിലേക്ക് കിട്ടുന്നത് ഹൈവേസിൽ മാത്രമാണ്. ഓക്കെ. നേരത്തെ നമ്മൾ ഫ്രണ്ടിൽ കാണിച്ചതിൽ ഒരു പോള നമ്മൾ കാണിച്ചില്ല, നമ്മൾ ഓൾറെഡി അത് ഏകദേശം ഇതായിട്ടുണ്ട്. അതിന് പറയുന്നത് അടുത്ത വീണ്ടും വന്നിരിക്കുകയാണ്. ഒരു GT തന്നെയാണ് ഇത്. KL1 തിരുവനന്തപുരം രജിസ്ട്രേഷൻ ആണ്. എങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് 2021 മോഡൽ BS6 പോളോ GT 1 ലിറ്റർ ടർബോ TSI. ഓക്കെ. അതിൽ 6 സ്പീഡാണ് ഗിയർ ബോക്സ് വരിക. 80 ഗിയർ ബോക്സ് ആണ്. 80 ആണ് വരിക. DST വരില്ല. DST വരുന്നില്ല. അതാണ് അതിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റ് എഡിഷൻ ആണ്. അതിൻ്റെ ചെറിയൊരു ഗിയർ ലാഗ്, പോയിന്റ് ആയിട്ടുള്ള ലാഗ് ചിലവർക്ക് ഫീൽ ചെയ്യാം, ചിലവർക്ക് തീരെ ഫീൽ ചെയ്യില്ല. ഓക്കെ. പവർ സൈഡും കാര്യങ്ങളൊക്കെ സെയിം ആണ്. 120 HP തന്നെയാണ് വരുന്നത്. ഓക്കെ. വേറെ അല്ലാത്ത റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത സ്റ്റോക്ക് കണ്ടീഷനിലുള്ള പക്ക B2B സ്റ്റോക്കുള്ള വണ്ടി. ബമ്പർ ടു ബമ്പർ ഇൻഷുർ ആണ്. അതെ. 77,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. മൈലേജ് എത്ര കിട്ടുന്നുണ്ട്? മൈലേജ് നമുക്കൊരു നല്ല രീതിയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു 12 മുതൽ 14 വരെ കിട്ടും. നമ്മൾ കാല് കൊടുക്കുകയാണെങ്കിൽ 8 to 10 ആ റേഞ്ച് കണ്ടാൽ മതി. ഓക്കെ. 2021 മോഡൽ. അതെ. ഓക്കെ. 77 ഓടിയനം കൊണ്ട് തന്നെ നമ്മൾ ചോദിക്കുന്ന റേറ്റ് നോർമലി ഉള്ളതിനെക്കാട്ടും നല്ല രീതിയിൽ താഴെയാണ്. ബേസിക്കലി 11ന്റെ മുകളിലേക്ക് 2021 GT കാണുന്നുള്ളൂ. ഓക്കെ. നമ്മളിപ്പോൾ ഇതിന് മുന്നൊരു GT കൊടുത്തത് 10.45 21 തന്നെ. നമ്മൾ ഈ വണ്ടിക്ക് ചോദിക്കുന്നത് 10.35 ആണ്. 10,35,000 രൂപയ്ക്ക് 2021 മോഡൽ പോളോ GT ആണ്. 21 കിലോമീറ്ററിന്റെ ഓട്ട കൂടുതലുകൊണ്ടാണ്. പക്ഷേ വാറണ്ടിയിലാണ്, കമ്പനി വാറണ്ടിയിൽ 2025 വരെ കമ്പനി വാറണ്ടിയിലാണ്. വേണമെങ്കിൽ ഇനിയും 3 വർഷം എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ. അപ്പോൾ 1 ഇയർ വാറണ്ടി ഉണ്ട് അല്ലേ? അതെ. വേണമെങ്കിൽ കൂട്ടാൻ ചെയ്യാം, ഒന്നും നോക്കണ്ട. ഒരു 9,500 ലോൺ കിട്ടും. 9 to 9.5 വരെ ലോഡ് പാസ്സായി കൊടുക്കാറുണ്ട്. ചെറിയൊരു ഡൗൺ പേയ്മെന്റിൽ GT ഇറക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് എല്ലാവരും ഒരു 1.35 കണ്ടോ അല്ലേ? 9 കിട്ടുകയാണെങ്കിൽ 9 കിട്ടുകയാണെങ്കിൽ 1.35 അല്ലാന്നാണെങ്കിൽ 9.5 കിട്ടുന്നതാണെങ്കിൽ കുറഞ്ഞ ഡൗൺ പേയ്മെന്റിൽ വണ്ടി ഇറക്കും. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക്. ഇന്നത്തെ മൂന്നാമത്തെ GT ആണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. KL 58 തലശ്ശേരി രജിസ്ട്രേഷൻ വണ്ടിയാണ്. എങ്ങനെയത്? ഇത് 2018 മോഡലാണ്. 1.2 DST ഗിയർ ബോക്സിൽ വരുന്ന സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടി. ഓക്കെ. ഏകദേശം 63,000-64,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. കറക്റ്റായിട്ട് സർവീസ്, കമ്പനി സർവീസ് മെയിൻറ്റൈൻഡ് ആണ്. ഇത് പക്ഷേ സ്റ്റേജ് 2 ട്യൂൺഡാണ്. ബോഡി വൈസ് എല്ലാം സ്റ്റോക്ക് കണ്ടീഷനിലാണ്, പക്ഷേ എൻജിൻ ഭാഗം ട്യൂൺഡാണ്. സ്റ്റേജ് 2 കോഡ് 6 ട്യൂൺ ചെയ്ത വണ്ടിയാണ്. അതിൽ ഫുൾ 6 എക്സ്റ്റോസ് ചെയ്തിട്ടുണ്ട്. ആഫ്റ്റർ മാർക്കറ്റ് ഫിൽറ്റേഴ്സും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. വണ്ടി പക്ക പെർഫോമൻസ് ഓറിയൻറ്റഡ് വണ്ടിയാണ്. ഒരു പെർഫോമൻസ് പോളോ GT തപ്പി നടക്കുന്നവരാണെങ്കിൽ കയ്യിൽ നിന്ന് എക്സ്പെൻസ് ഇല്ലാതെ വണ്ടി ഇറക്കാം. മൈലേജ് നോക്കണ്ട, പൊതുവേ GTക്ക് മൈലേജ് ഉണ്ടാവില്ല. അതിൻ്റെ കൂടി ട്യൂൺഡാണ്. നമ്മൾ വലിയ രീതിയിൽ കാല് കൊടുക്കാതെ കൊണ്ടുനടക്കുകയാണെങ്കിൽ മൈലേജ് ഉണ്ട്. ഓക്കെ. എക്സോസ്റ്റ് ഒക്കെ ഓൺ ചെയ്ത് വാൾവോട്രോഡിംഗ് ആണ് എക്സോസ്റ്റ് വരുന്നത്. ബോർഡർലൈൻ എക്സോസ്റ്റ് ആണ്. ഓണല്ല, ഓഫ്ഡ് ആണ് കണ്ടീഷൻ. ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ആവറേജ് മൈലേജ് വെച്ച് പോവുകയാണെങ്കിൽ നോർമൽ മൈലേജിലേക്ക് കിട്ടുന്നുണ്ട്. അല്ലാത്ത രീതിയിൽ നമ്മൾ പെർഫോമൻസ് ആണ് നമ്മൾ കിട്ടുന്നതെങ്കിൽ കുറയും. വണ്ടി നിലം തൊടാതെ കൊണ്ട് പായും, നിശ്ചയമായും കുറയും. നിലം തൊടാതെ പായുകയും ചെയ്യും. അതെ. ഓക്കെ. 2018 മോഡൽ 63,000-4,000 കിലോമീറ്റർ ഓടിയ വാഹനം അല്ലേ? ഓണർഷിപ്പ് സിംഗിൾ തന്നെ, സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഫാൻസി നമ്പറിലാണ് വരുന്നത്. ഈ വണ്ടിയിൽ ഒരു ഡിക്കിന്റെ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. ഡിക്കി ഗ്ലാസ് ആണ് റീപ്ലേസ് ഉള്ളത്. കമ്പനി ഹിസ്റ്ററിയിലുണ്ട്. അത് അല്ലാതെ മറ്റ് ക്ലെയിമുകളോ കാര്യങ്ങളൊന്നും ഇല്ല വണ്ടിയിൽ. ഫൈനൽ എത്ര കൊടുക്കാം? ഈ വണ്ടി നമുക്ക് ഫൈനൽ 9,20,000 രൂപയ്ക്ക് വണ്ടി കൊടുക്കാം. അതിലൊരു 8 ലക്ഷം രൂപ വരെയൊക്കെ 7.5 മുതൽ 8 ലക്ഷം രൂപ വരെ ലോൺ വാങ്ങി കൊടുക്കും. 8 കിട്ടുകയാണെങ്കിൽ 1,20,000 രൂപ വേണ്ട നിങ്ങൾക്ക് ഇറക്കാൻ പറ്റും. 9,20,000 2018 1.2 DST ഗിയർ ബോക്സ് വരുന്ന പോളോ GT. DST ആണിത്. നേരത്തെ കണ്ടത് ടോർക്കൺ DST വരിക. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്ത വാഹനം കിയയുടെ സോണന്റ് ആണ്. KL 7 രജിസ്ട്രേഷൻ ആണ്, എറണാകുളം. അതെ. എങ്ങനെയാണ് കാര്യങ്ങൾ? 2021 മോഡൽ കിയ സോണറ്റ് ഡീസൽ HTX വേരിയന്റ്. HTX ആണ്. ടോപ്പിന്റെ തൊട്ട് താഴെ വരുന്ന ടോപ്പിന് തൊട്ട് താഴെയുള്ള വണ്ടി. 42,000 കിലോമീറ്റർ വണ്ടി ആ കൂടിയിട്ടുള്ളൂ. 21 42,000 ഡീസലാണ്. നല്ല മൈലേജ് ഉണ്ടാവും. 20 അബവ് മൈലേജ് കിട്ടും.
ഓക്കെ, ക്ലെയിം ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല, കറക്റ്റ് സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടി. വാറണ്ടി എക്സ്റ്റൻഷൻ അങ്ങനെ എന്തെങ്കിലും? വാറണ്ടി എക്സ്റ്റൻഷൻ വന്നിട്ടില്ല. ഇപ്പോൾ 24 വരെ? അതെ, 24 വരെ കഴിഞ്ഞിട്ടുണ്ടോ, വാറണ്ടി കഴിഞ്ഞിട്ടുണ്ടോ. ഓക്കെ. അലോയ്സും കാര്യങ്ങളും സീറ്റ് കവേഴ്സ് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. അലോയ് വരില്ല, ഡിസ്കാ വരിക. ബട്ടൺ ഷാട്ടും ഓട്ടോ ക്ലൈമറ്റ് AC സ്റ്റീരിയോ എല്ലാം വരും. അലോയ്സ് നല്ല അടിപൊളി അലോയ്സ് ആണ് ചെയ്തേക്കുന്നത്. ഇതിലിപ്പോൾ കുറവുണ്ടാകുന്ന വെച്ചാൽ സീറ്റ് വെന്റിലേഷനാണ് മെയിനായിട്ട് ടോപ്പിലേക്ക് കമ്പയർ ചെയ്യുമ്പോൾ. ബാക്കിലെ വൈപ്പറിലൊരു കുറവുണ്ടോ? കുറവുണ്ട്, അത്രയേ ഉള്ളൂ മാറ്റം. ബാക്കി ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വരുന്ന മാനുവൽ ഡീസൽ വാഹനമാണ്. 2021 മോഡൽ അല്ലേ? ഇതിപ്പോൾ എത്രയാണ്? ഇത് നമ്മൾ ചോദിക്കുന്നത് 10,75,000 രൂപയാണ്. ഓക്കെ, ചെറിയൊരു മാറ്റം കൂടിയൊക്കെ വരുത്തി നമുക്ക് ചെയ്ത് കൊടുക്കാം. 10,75. ഓക്കെ, 21 മോഡൽ ഡീസൽ സോണറ്റ്. ഓക്കെ, പെട്രോൾ അല്ല ഡീസലാണ്. അതിൻ്റെ ഒരു മാറ്റം എന്തായാലും രണ്ടിലും ഉണ്ടാവും. മൈലേജിൽ തന്നെ നല്ല രീതിയിൽ ഡിഫറൻസ്. തീർച്ചയായും അടുപ്പിച്ച് എന്തായാലും കിട്ടും. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഇന്നത്തെ അവസാനത്തെ വാഹനമാണ് റിനോ കൈഗർ. ഒരു 1 ലിറ്റർ എഞ്ചിൻ വരുന്ന ഒരു കോമ്പാക്ട് SUV സെഗ്മെന്റ്. KL 47 രജിസ്ട്രേഷൻ ആണ്. ഓണർഷിപ്പിൽ വരുന്ന 2021 മോഡൽ ഡ്യുവൽ ടോണിൽ RXT ആണ് വേരിയന്റ് വരുന്നത്. കൈഗർ ഓട്ടോമാറ്റിക്. ഓക്കെ, AMT ഗിയർ ബോക്സ് ആണ് വരുന്നത്. നോൺ ടെർബോ, 1 ലിറ്റർ നോൺ ടെർബോ. 2 എഞ്ചിൻ വരുന്നുണ്ട്, വിത്ത് ടെർബോ, വിത്തൗട്ട് ടെർബോ. ഇത് നോൺ ടെർബോ വണ്ടിയാണ്. നോൺ ടെർബോ 2021 മോഡൽ RXT കൈഗർ. ഇതിന്റെ മോൾ RXZ ആണ് വരുന്നത്. ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ തോന്നുന്നു അല്ലേ? ഓപ്ഷനിൽ ബട്ടൺ ഷാട്ടും കാര്യങ്ങളെല്ലാം വരും. അലോയ്സിൽ ഡിഫറൻസ് വരുന്നുണ്ട്, ഹെഡ്ലൈറ്റിൽ ഡിഫറൻസ് വരുന്നുണ്ട്. മെയിനായിട്ടുള്ള മേജർ ഡിഫറൻസ് അതാണ്. പിന്നെ കൺട്രോൾ, നമുക്ക് മോഡ് കൺട്രോൾ വരുന്ന ടോപ്പ് എൻഡിലാണ്. വാറണ്ടി എക്സ്റ്റൻഷൻ ഒന്നും ചെയ്തില്ലല്ലോ? ഇല്ല, നിലവിൽ വാറണ്ടി എക്സ്റ്റൻഷൻ ഒന്നുമില്ല. സിംഗിൾ ഓണർഷിപ്പ് തന്നെ? അതെ. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പിൽ 32,000 കിലോമീറ്റർ അടുപ്പിച്ച് 30 ചോട് ഓടിയിട്ടുള്ളൂ. 28-30 30 ചോട മാത്രമേ ഓടിയിട്ടുള്ളൂ. 2021 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. AMT ആണ് ഗിയർ ബോക്സ് വരിക. വലിയൊരു മൈലേജ് ചേഞ്ച് ഉണ്ടാവില്ല. മാനുവൽ ആയിട്ട് വരുമ്പോൾ തന്നെ മൈലേജ് അത്യാവശ്യം നമുക്ക് AMTയിൽ മൈലേജ് കിട്ടുന്നുണ്ട്. ടെർബോ CVT വരുമ്പോൾ മൈലേജ് ഇതൊരു 13-16 ഒക്കെ കിട്ടൂലേ? അതിൻ്റെ ഉള്ളിലായിട്ട് കിട്ടും. നമുക്ക് കൊടുങ്ങല്ലൂരിൽ നിന്ന് ഓടി വന്ന സമയത്ത് 16 മുകളിൽ വന്നിട്ടുണ്ട്. ഹൈവേയിൽ വരുന്നത് മാത്രം. അല്ലാത്ത സമയം 15ന്റെ ചോടയ്ക്ക് ചെറിയൊരു വ്യത്യാസം. ഓക്കെ, നല്ല സ്റ്റൈലിഷ് കോമ്പാക്ട് SUV അല്ലേ? അതെ. ഓക്കെ, എത്ര കൊടുക്കാൻ പറ്റും? സ്റ്റാർട്ടിംഗ് ഒക്കെ പറയുന്നത്? അതെ, സ്റ്റാർട്ടിംഗ് മോഡൽ. അതെ. ഈ വണ്ടി നമ്മൾ ചോദിക്കുന്ന 6,45,000 രൂപയാണ്. നെറ്റ് ഫൈനൽ നമുക്ക് 6,30 കൊടുക്കുക. ഏകദേശം ഒരു 95% വരെ ലോൺ കിട്ടുന്ന ഒരു വണ്ടിയാണ്. ഓക്കെ, 2021 ഓട്ടോമാറ്റിക് RXT കൈഗറാണ്. 6,30,000 രൂപയ്ക്ക് കൊണ്ടുപോകാം. ഓക്കെ, അത്രയുള്ള കാര്യങ്ങൾ. ഇതിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഫുൾ ഹിസ്റ്ററി അവൈലബിൾ ആണ്. ഇതിലൊരു ക്ലെയിം ഉള്ളത് ഡോർ റീപ്ലേസ് ഉണ്ട്. ബാക്ക് സൈഡ് ലെഫ്റ്റ് ഡോർ റീപ്ലേസ് ഉണ്ട്. കമ്പനി ഹിസ്റ്ററിയിൽ ഉണ്ടെന്നാണ്. ക്ലെയിം ചെയ്യേണ്ട ആവശ്യം ഉണ്ടായില്ല. പക്ഷേ B2B ഇൻഷുറൻസ് വരുന്ന സമയത്ത് ഡെൻറ്റിംഗ് ലെവലിംഗ് ഇല്ല കമ്പനിയിൽ. ഒരു കമ്പനിയിൽ ഇപ്പോൾ ഡെൻറ്റിംഗ് ലെവലിംഗ് ഇല്ല. ഡയറക്റ്റ് റീപ്ലേസ് ആണ്. അതുകൊണ്ട് ഇപ്പോൾ ക്ലെയിംസ് കുറച്ച് കൂടുതലായിട്ട് വരുന്നുണ്ട് വണ്ടികളിൽ. ഓക്കെ, അപ്പോൾ തൽക്കാലം നമ്മളെന്തായാലും മൈൻഡപ്പ് ചെയ്യാണ് അല്ലേ? ഇത് മാത്രമല്ല, ഇന്ന് കാണിച്ച വണ്ടികൾ മാത്രമല്ല, വേറെ വാഹനങ്ങൾ ഇവിടെ ഉണ്ട്. നമ്മളിപ്പോൾ ഒരു പോളോ GT വരുന്നു, വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു റെഡ് 2018. ഓ, പോളോന്റെ കാലത്തിലേക്ക് പിന്നെ എത്തിയില്ലേ അവസാനം? വണ്ടി ഒഴിവാക്കാൻ പറ്റാത്ത സാധനമാണ്. ഓക്കെ, ഇന്ന് തന്നെ 3 പോളോ GT നമ്മൾ കാണിച്ചിട്ടുണ്ട്. GT മാത്രം 3 എണ്ണം കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് മാക്സിമം ഷെയർസ് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസിൽ രേഖപ്പെടുത്തുക, വിട്ടുപോകരുത്. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ 6 ലാഖിലേക്ക് അടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഫാമിലി ഇങ്ങനെ വളർന്ന് വലുതാവട്ടെ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ അത് നടക്കുകയുള്ളൂ. അതും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നടക്കുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക്സ്. എല്ലാവർക്കും നന്ദി. അതേപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഇപ്പോൾ 100K അടിച്ചിരിക്കുകയാണ്. മെല്ലെ സ്ലോലി കൊണ്ടുവരാം. ഓക്കെ, അതെ, പെട്ടെന്നാവട്ടെ. ഓക്കെ, മെട്രോ കാസിൻ്റെ ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വെക്കണം. എല്ലാവർക്കും നന്ദി.